എടോ, നിങ്ങൾ ഈ പപ്പടവും തൈരും വെച്ച് ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നല്ല പൊളി ഐറ്റം ആണോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ടടോ, പെട്ടെന്ന് ഉണ്ടാക്കാം. അത് തന്നെയല്ല, വീട്ടിൽ പ്രത്യേകിച്ച് കറി വെക്കാനൊന്നും ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു ലഞ്ച് കഴിക്കണമെങ്കിൽ, പെട്ടെന്നൊരു കറിയൊക്കെ റെഡിയാക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ല, നല്ല മടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, അതല്ല നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു കറിയാട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാ. എന്നാലും ഇത് എങ്ങനെ ഉണ്ടാകുന്നത് കണ്ടു നോക്കിയാലും. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓള് തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. ഇത് ഉണ്ടാക്കാനായേ അത് തന്നെ, എന്ത്, പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് പപ്പടം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ അങ്ങോട്ട് ആഡ് ചെയ്തോളൂ കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനിവിടെ കുഞ്ഞി പപ്പടം ആട്ടോ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 10-15ഓളം പപ്പടം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 6-7 എടുത്താൽ മതി. അതൊരു 4ആയിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ടോളൂ. കട്ട് ചെയ്ത് ഇതുപോലെ ഫ്രൈ ആക്കി അങ്ങോട്ടങ്ങ് എടുക്കാം. ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ഫ്രൈ ചെയ്യാനൊക്കെ നല്ലപോലെ അറിയാമായിരിക്കുമല്ലോ പപ്പടമൊക്കെ. അത് പപ്പടമൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് ഞാൻ എല്ലാം എടുത്ത് അങ്ങോട്ടങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ ബാക്കി വന്ന എണ്ണയിൽ, അതായത് ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റണം കേട്ടോ. ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ മാത്രം മതിയാവും. അതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള മതിയാവും. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ഇതുപോലെ ട്രാൻസ്പെറന്റ് ആകുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിന് പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെയുള്ള ആഡംബരങ്ങളൊന്നുമില്ല. എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല കേട്ടോ. ഇതുപോലെ അതിന് പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പപ്പടവും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പപ്പടം കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇടയ്ക്കൊക്കെ പൊടിഞ്ഞൊക്കെ പോകൂട്ടോ, എന്നാലും കുഴപ്പമില്ല. മാക്സിമം പൊടിയാത്ത രീതിയിൽ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മെയിൻ ഐറ്റം ആയിട്ടുള്ള തൈര് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 കപ്പ് തൈര് എടുത്ത് അതൊന്നും കട്ടയൊക്കെ ഒന്ന് ഉടച്ച് മാറ്റിയിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ഓഫ് ആക്കാൻ മറക്കരുത് കേട്ടോ. ചേർത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ പപ്പട തൈര് കറി ഇവിടെ റെഡി ആയി വരും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. ഇത് കാണുമ്പോഴേ നാവില് വെള്ളം വരും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇനി ഒരു അടാറ് റെസിപ്പിയുമായി വീണ്ടും കാണാം.